ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസ് ക്ലാസ് 9 മലയാളം പാഠഭാഗമാണ്. പാത്തുമ്മയുടെ ആട്, ഒരു സത്യമായ കഥ. പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല. അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് ഓർക്കണം. ഇത് ബഷീറിൻ്റെ വീട്ടിലെ സത്യമായ കഥയാണ്. വീട്ടിലെ താമസക്കാർ ആരൊക്കെയാണെന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. വെറുതെ പറയുന്നു എന്നു മാത്രം, വിവരണമില്ല. ഒരു ഖണ്ഡിക അവരുടെ ലിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് വായിക്കാൻ ബഷീറിനെ നേരിട്ടറിയാവുന്നവർക്ക് താല്പര്യം തോന്നിയേക്കാം. കഥാകൃത്തായ ബഷീറിൻ്റെ വീടും സാഹചര്യവും എന്തെന്നറിയാൻ കൗതുകമുള്ളവർക്കും താല്പര്യം തോന്നാവുന്നതാണ്. ഈ രണ്ട് വിഭാഗങ്ങളിലും പെടുന്നവർ ചുരുക്കമാണ്. പക്ഷേ പാത്തുമ്മയുടെ ആട് വായിച്ചു രസിക്കുന്നവർ നിരവധിയാണ്. വിരസമായി തീരാവുന്ന വസ്തുക്കൾ പോലും ബഷീറിൻ്റെ അനുഗ്രഹീതമായ തൂലികയുടെ സ്പർശത്താൽ എങ്ങനെയോ രസപ്രദമായി തീരുന്നു. പ്രാരംഭത്തിൽ വീട് വിവരിക്കുന്നത് ഒരു വാക്യം കൊണ്ടാണ്. ഓലമേഞ്ഞ ഒരു ചെറിയ 2 മുറികളും ഒരടുക്കളയും 2 വരാന്തയുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട്. ഇതിലധികം ആവശ്യമില്ല. വീട് നമുക്ക് നേരെ കാണാം. ഒരു ഊരു ചുറ്റലിന് ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ ഇവിടെ എത്തിയിരിക്കുന്നത്. എവിടെ എന്തു ശാന്തതയാണ് കിട്ടുക? 2 സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും, ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും, ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത്. മനുഷ്യകുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായുണ്ട്. എവിടെന്നോ വന്ന് കുടിയേറി ഉമ്മായുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ, അവരെ പേടിച്ച് മച്ചുംപുറത്ത് സദാ ഓടി നടക്കുന്ന 1,900 എലികൾ, പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറേയേറെ കാക്കകൾ. ഇതിനെല്ലാത്തിനെയും പുറമെ എൻ്റെ ഉമ്മയുടെ സ്വന്തം വകയും വീടും ഭരിക്കുന്നവരുമായ 10-100 കോഴികൾ, അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഇവരെ റാഞ്ചിക്കൊണ്ടുപോയി തിന്ന് ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ. ചന്ത കൂടിയ ബഹളമാണ് അവിടെ എപ്പോഴും. ഈ ബഹളത്തിൻ്റെ മധ്യത്തിൽ അതാ വരുന്നു ചുറുചുറുക്കുള്ള ഒരാട്, തവിട്ടു നിറമുള്ള ഒരു പെണ്ണാട്. ആരെയും കൂസാതെ വീട്ടിനുള്ളിൽ കടന്ന് അത് സർവ്വവിധമായ സ്വാതന്ത്ര്യവും കാണിക്കുന്നു. ആരും അതിനെ നിയന്ത്രിക്കുന്നുമില്ല. ആർക്കും അതിന് അവകാശമില്ല. കാരണം അത് പാത്തുമ്മയുടെ ആടാണ്. ബഷീറിൻ്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആട്. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, പെണ്ണുങ്ങളുടെ വഴക്ക്, വർത്തമാനം, ഇവ എപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മധ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത്, പ്രശാന്തത തേടി. ഇനിയും പലതുമുണ്ട് അനുഭവങ്ങൾ. സഹോദരിമാർ രഹസ്യമായി ബഷീറിനെ സമീപിക്കുന്നു. വലിയ ഇക്കാക്ക ഒരാൾക്ക് കമ്മൽ പണിയിച്ചു കൊടുക്കണം, മറ്റൊരാൾക്ക് വലിയ ഇക്കാക്ക പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. ഉമ്മായ്ക്കും ഇടയ്ക്കിടെ പറയാനുള്ളത് രൂപ വേണമെന്നാണ്. നീ എനിക്ക് കുറച്ച് രൂപ താ. അബൂബക്കർ ഒരു ചെറിയ കാര്യമേ പറയുന്നുള്ളൂ. വലിയ കാക്ക, നമുക്ക് ഈ മുറ്റം കെട്ടിക്കണം, പെരേടം കൂടുമാറ്റി ഓടിടിക്കണം. ആവശ്യങ്ങൾ ഇങ്ങനെ അനേകമുണ്ട്. ഉമ്മ, സഹോദരന്മാർ, സഹോദരികൾ, അവരുടെ മക്കൾ, ഇവരെല്ലാവരും ഇടയ്ക്കിടെ ബഷീറിനെ സമീപിക്കുകയും ഓരോ തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. അവ സാധിക്കാൻ പ്രയാസമില്ല. പക്ഷേ പണം വേണം, ധാരാളം പണം വേണം. അതെവിടുന്ന് കിട്ടും? ധനികനായി ബഷീർ വന്നിരിക്കുന്നു എന്നാണ് അവരുടെ വിചാരം. ഇത്തരം രംഗങ്ങൾക്കുമിടയിലാണ് ബഷീർ എന്ന എഴുത്തുകാരൻ്റെ രൂപം ഉയർന്നു തെളിഞ്ഞ് പരിലസിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വഴക്കുകളിലും മുതിർന്നവരുടെ അഭ്യർത്ഥനകളിലും ആടിൻ്റെ വികൃതികളിലും പക്ഷികളുടെ ചലനങ്ങളിലും ചാമ്പയുടെ ചന്തത്തിലും മറ്റും വിനോദിച്ചുകൊണ്ട് ബഷീർ നേരിയൊരു മന്ദഹാസത്തോടുകൂടി ഒരു യോഗിയെപ്പോലെ വിലസുന്നത് നാം കാണുന്നു. ജീവജാലങ്ങളുടെ നാനാവിധമായ ചേഷ്ടകളും ഭാവവിശേഷങ്ങളും ലീലയാ ദർശിക്കുന്ന സ്രഷ്ടാവിനെ ഇവിടെ ബഷീർ അനുസ്മരിപ്പിക്കുന്നു.
ചാമ്പയ്ക്ക പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു. എം. ഗോവിന്ദൻ, സ്വന്തം ഭാര്യ ഡോക്ടർ പത്മാവതി, മകൾ ബാല, കെ. എ. കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ പോലും ഈ ലോകത്തിൽ കത്തിലൂടെ സ്ഥാനം പിടിക്കുന്നു. മുഖ്യ കഥാപാത്രമായ ആട് സർവ്വത്തെയും അതിലംഘിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ ഒരു പ്രതീകമായി വളർന്നു വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. ചെറിയൊരു കൃതിയാണെങ്കിലും വസ്തുക്കൾ നിരത്തിവയ്ക്കുന്ന കൃതിയാണെങ്കിലും ഇതൊരു പ്രത്യേക ലോകം നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളുമെല്ലാം പരസ്പരം ദുരൂഹമാം വിധം ബന്ധപ്പെടുന്ന ഒരു ലോകം, അഖണ്ഡമായ ലോകമാണത്. ചെറിയൊരു കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ നയിക്കുന്ന ഈ തമാശ കഥയുടെ വൈശിഷ്ട്യം വിശദമാക്കാൻ പ്രത്യേക പഠനങ്ങൾ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ബഷീറിൻ്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രത്നമായി ഈ കൃതിയെ ഭാവി തലമുറ വാഴ്ത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം. സ്വഭാവവും മാറും. പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധവും ഇല്ലാതായെന്ന് വരാം. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും ഈ ചെറിയ കൃതിയുടെ ഗഹനത സുഷിക്തമായ വായനക്കാരെ എന്നും വശീകരിച്ചുകൊണ്ടിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. എം. കെ. സാനുവിൻ്റെ ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ഭാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കൃതി. നന്ദി. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു